ഓണൊക്കെ ആയിട്ട് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ഇളനീർ കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇളനീർ വെച്ചിട്ട് പായസമായിട്ട് നമുക്കിത് കഴിക്കാം, പുഡിംഗ് ആയിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഇളനീർ പായസം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് അങ്ങനെ വെച്ചെന്ന് മാത്രമേ ഇതെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലോട്ടൊരു 3/4 ലിറ്ററോളം പാലെടുക്കുക. അതിലോട്ട് ഞാനൊരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് കണ്ടൻസ് മിൽക്കും പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തോ കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 3/4 കപ്പ് കുതിർത്ത് വെച്ച സാഗോ സീഡ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചൊവ്വരി. അപ്പം അതവിടെ നിന്ന് തിളക്കട്ടെ. ആ ടൈമിൽ നമുക്ക് ഒരു ജാറിലോട്ട് 2 ഇളനീറിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉള്ളത് കൊണ്ട് ഞാൻ 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലോട്ട് ഞാൻ ഇളനീറിൻ്റെ വെള്ളയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1 കപ്പോളം. 1.5 കപ്പ് ഉണ്ടാവും. അത് നിങ്ങൾ ഇളനീറിൻ്റെ കാമ്പിനനുസരിച്ചിട്ട് അടിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പം ഒരു തിക്നെസ്സിൽ നോക്കിയിട്ട് ഇളനീറിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക, അതെ ഇതുപോലെ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ മിൽക്കിന് മിക്സ്, അത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ഇളനീറിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലോട്ട് ഗീയിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. നമ്മളിത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ഒരു 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് കഴിച്ച് നോക്കിയാൽ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക്